ഞാൻ മിനി. വെൽക്കം ടു മിനിസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വട്ടയപ്പമാണ്. എന്നും എണ്ണ പലഹാരമല്ലേ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 മണിക്ക് വരുമ്പോൾ ഒരു വട്ടയപ്പം കൊടുത്ത് നോക്കാം, അവർക്ക് ഇഷ്ടപ്പെടും. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വരും നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 1 ഗ്ലാസ് അരി. ഞാൻ ഇതിന് 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് 4 മണിക്കൂർ ഈ അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അരമുറി തേങ്ങ, ചെറിയൊരു കട്ടോരി ചോറ്, ആവശ്യത്തിന് പഞ്ചസാര, ജീരകം, ഏലക്ക, ഈസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയത്. ഞാൻ തേങ്ങയുടെ വെള്ളം കൂടി നമുക്ക് എടുക്കാം. അതിലോട്ട് 1 സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് വച്ചേക്കണം. അത് അരി അരയ്ക്കുമ്പോൾ അതിനകത്ത് ഒഴിച്ച് വേണം അരയ്ക്കാൻ. നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ജാറിലിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അരി, ജീരകം, ഏലക്ക ഇട്ടിട്ടുണ്ട്. തേങ്ങയും കൂടി അതിനകത്ത് ഇടുക. തേങ്ങ, ചോറ്, പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചാണ് ഇതിന് ഞാൻ അരയ്ക്കുന്നത്. സെപ്പറേറ്റ് ഒന്നുമല്ല, ഒരുമിച്ച് അങ്ങോട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ചോറ് ഇട്ട് എടുത്ത് വെച്ചിരുന്ന തേങ്ങാ വെള്ളം ഈസ്റ്റും ചേർത്ത് വെച്ചിരിക്കുന്നത് അത് ഒഴിക്കുക. പഞ്ചസാരയും കൂടി ഇട്ട് അരച്ച് എടുക്കണം. പേസ്റ്റ് പോലെ അങ്ങ് അരയ്ക്കാതെ സ്വല്പം തരിതരിപ്പായിട്ട് വേണം അരച്ച് എടുക്കാനായിട്ട്. 4 മണിക്കൂർ കുതിർത്ത അരി അരച്ചെടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ പുളിക്കാനായിട്ട് വെച്ചേക്കണം. അങ്ങനെ പൊങ്ങി കിട്ടിയ മാവാണിത്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. ഇഡലിപ്പാത്രം അടുപ്പത്ത് വെച്ചു. അതിന് മുകളിലായിട്ടൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചു. അതിൻ്റെ മുകളിൽ സ്വല്പം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം. ഞാൻ സ്വല്പം നെയ്യാണ് തേച്ചിരിക്കുന്നത്. നെയ്യോ എണ്ണയോ തേച്ച് കൊടുക്കാം. അതിലോട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കണം. പൊങ്ങി വന്നിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കണം. ചൂടെ പൊക്കമുള്ള പാത്രമാണെങ്കിൽ ഇത് ഒരു പാത്രത്തിൽ ഒഴിക്കാനേ ഉള്ളായിരുന്നു. എൻ്റെ കയ്യിൽ ഈ പാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി 20 മിനിറ്റോളം ഇരുന്ന് വേവട്ടെ. വട്ടയപ്പം എന്തായെന്ന് നോക്കാം. നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പരുവായൊന്ന് നോക്കുന്നത് ഒരു കമ്പ് വല്ലതും ഇട്ട് ഒന്ന് കുത്തി നോക്കണം. കമ്പേ പിടിക്കുകയെന്നുണ്ടെങ്കിൽ പരുവായിട്ടില്ല. ഇതിപ്പം കമ്പേ പിടിക്കുന്നില്ല, വെന്തിട്ടുണ്ട്. ഇപ്പോൾ തണുക്കുമ്പോൾ നല്ല ഇതായിട്ടിരിക്കും. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരു 10-12 മിനിറ്റോളം നല്ല തീയിലിരിക്കണം. അതിനുശേഷം സിമ്മിലിട്ട് വേവിക്കണം. അപ്പം നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പർ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെൽ ഐക്കൺ വരും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ കാണാൻ പറ്റും. നന്ദി, നമസ്കാരം.